വെൽക്കം ബാക്ക് ടു ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോട് ബേബി ഗേൾ കാണാൻ വന്നിരിക്കുകയാണ്. വനിതയിൽ 6:45 ഷോ. ബേബി ഗേൾ ഡയറക്റ്റഡ് ബൈ അരുൺ വർമ്മ ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗരുഡൻ. അപ്പോൾ സിനിമ കണ്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് വീട്ടിലെത്തി ഇരിക്കുകയാണ്. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ട്രാഫിക് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന ബോബി സഞ്ജയുടെ ഇത്തവണത്തെ സ്ക്രിപ്റ്റും വിചാരിച്ച പോലെ തന്നെ ഒരു വീക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സിനിമ മോശമൊന്നുമല്ല, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ, ഒരു ഡീസൻറ്റ് ത്രില്ലർ. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഫസ്റ്റ് ഹാഫ് തൊട്ട് ഇൻ്റർവെൽ വരെ എത്തുന്നവരെ വളരെ എൻഗേജിങ് ആൻഡ് ത്രില്ലിങ്, ഒരു മൊത്തത്തിലൊരു ഗംഭീരം മികച്ച ആദ്യ പകുതി തന്നെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ 100% പറയാം. അങ്ങനെ ഇൻ്റർവെൽ എത്തിയപ്പോൾ ഒരു ട്വിസ്റ്റൊക്കെ തന്ന രീതി എത്തിച്ചപ്പോൾ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ട ആ ത്രില്ലിൻ്റെ അത്ര കിട്ടിയില്ല. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇൻട്രസ്റ്റോടെ കാണാൻ പറ്റിയൊരു കിക്ക് ഉണ്ടല്ലോ, സെക്കൻഡ് ഹാഫിൽ പലയിടത്തും നഷ്ടപ്പെട്ടു. പിന്നെ ചിലയിടത്ത് ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, അത് ചിലതെനിക്ക് വർക്കായി, ചിലതെനിക്ക് അത്ര വർക്കായില്ല. പിന്നെ കുറച്ചൊക്കെ വലിപ്പിക്കലായിട്ട് തോന്നി സെക്കൻഡ് ഹാഫ് അവിടെ ഇവിടെ. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുകയാണെങ്കിൽ നിവിൻ പോളി പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിയുടെ അടുത്തൊരു സിനിമ ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷേ സർവമായിൽ പുള്ളി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞാനിത് കമ്പയർ ചെയ്യുന്നില്ല. എന്തായാലും ഈ സിനിമയിൽ നിവിൻ പോളി കൂടാതെ അഭിമന്യു തിലകൻ, ഷമ്മി തിലകൻ സാറിൻ്റെ മകനായിട്ട് അഭിനയിച്ചില്ലേ, മാർക്കോയിലെ വില്ലനായിട്ട് അഭിനയിച്ചു. പുള്ളിക്കാരൻ ഇതിനേക്കാളും ഇതിൽ നല്ലൊരു പെർഫോമൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ സംഗീത പ്രതാപ് കുറേ കോമഡി പടങ്ങളായിട്ട് നമ്മളൊക്കെ ചിരിപ്പിച്ചൊരു ലെവലാക്കിയ കക്ഷി ഇത്തവണ ഒരു ഡിഫറെൻറ്റ് ലെവൽ പെർഫോമൻസാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറിലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലിജോമോളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മറ്റ് താരങ്ങളും അവരവരുടെ റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക്കും BGM-ഉം സാം സീസൻ്റെ ആണ് മ്യൂസിക്കും BGM ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിലയിടത്തൊക്കെ ഭയങ്കര ത്രില്ലിങ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കിടിലം വർക്കായിരുന്നു, മ്യൂസിക് വർക്കായിരുന്നു സാം സീസൻ്റെ. അതുപോലെ ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ടെക്നിക് സൈഡാണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും, ആ സ്ക്രിപ്റ്റ് എനിക്കൊരു വീക്കായിട്ട് തോന്നി. പക്ഷേ മേക്കിംഗ് ടെക്നിക് സൈഡ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. എന്നാലും ഇറ്റ് കുഡ് ബി മോർ ബെറ്റർ. അതങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓവറോൾ ഇത് നിങ്ങൾക്കിത് ഫാമിലിയായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണാം. എന്നാൽ വലിയൊരു പ്രതീക്ഷ കൊടുക്കാതെ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാധാ ഫാമിലി ത്രില്ലർ പടമാണ്. വലിയ അനിവാര്യ ട്വിസ്റ്റുകളോ അങ്ങനെ അധികം അമിത പ്രതീക്ഷ കൊടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടമല്ല ഇത് ജസ്റ്റ് ഒരു സാധാ പടം. ഇത് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോയി ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സാധാ പടമാണ്, ഒരു സാധാ ഫാമിലി ത്രില്ലർ പടം. അപ്പം അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് പേഴ്സണലി അത്യാവശ്യം വർക്കാവും ഈ സിനിമ. ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഈ പടം എനിക്കിഷ്ടപ്പെട്ടു. ഓവറോൾ ഒരു പക്ക ഫാമിലി ത്രില്ലർ എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബേബി ഗേൾ എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 3.5 അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയൊരു അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിനി വരാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വേറൊരു കാര്യം, ഇന്നലെ ചത്തപ്പച്ച എന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും ഈ സിനിമയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വരാം. അതുവരെയ്ക്കും സുലാൻ ആൻഡ് ഗുഡ് നൈറ്റ്.